ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെൻ്റെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. സമാധാനത്തോടെ കിടന്നുറങ്ങുക, ദൈവം നിന്നെ സഹായിക്കും. സങ്കീർത്തനം 4:8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. 4-ാം സങ്കീർത്തനം ഒരു വിലാപഗീതമാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഏതൊരു കവിതയും എന്നതുപോലെ ഇതിനും 5 ഭാഗങ്ങളുണ്ട്: നന്ദി പ്രകടനം, ദുഃഖവർണ്ണന, അപേക്ഷ, ആത്മവിശ്വാസം, സ്തുതി, ആരാധന. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം സ്തുതി ആരാധനയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ഞാൻ സമാധാനത്തോടെ കിടക്കുകയും ഉറങ്ങുകയും ചെയ്യുമെന്നാണ് മറ്റു പല തർജ്ജമകളിലും. ഉറക്കമില്ലായ്മ എന്നത് ഒരു രോഗമാണ്. അതിതീവ്രമായ ഒരു ആരോഗ്യ പ്രശ്നമാണിത്. ഉറക്കമില്ലായ്മയ്ക്ക് കാരണം ഉത്കണ്ഠയാണ്. എന്തുകൊണ്ട്, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നൊക്കെയുള്ളത് അറിയുവാനുള്ള ജിജ്ഞാസയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. ഒരു കാര്യം സത്യമാണ്, ഇതിൻ്റെ എല്ലാം ഉത്തരം ദൈവത്തിന് മാത്രമേ അറിയാവൂ. അഭികാമ്യമായിരിക്കുന്നത് ഇന്നത്തെ ഉറക്കത്തിനും അവൻ തരുന്ന അടുത്ത ദിവസത്തെ ക്രമീകരണത്തിനും അവനിൽ ആഴത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ഉറക്കഗുളിക നിങ്ങൾക്ക് ഉറക്കം തരാൻ കഴിയുകയില്ല. ഉറക്കത്തോളം പറ്റിയ മറ്റൊരു വിശ്രമമില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ നാം പത്രോസിനെ ജയിലിൽ കാണുന്നു. 4 പടയാളികൾ എപ്പോഴും കാവലാണ്. 2 ചങ്ങല ധരിച്ചിട്ടുണ്ട്. നാളെ വധിക്കപ്പെടുവാൻ സാധ്യത 100%. 2 പടയാളികളുടെ മധ്യത്തിലാണ് ചങ്ങലയിൽ ബന്ധിതനായി പത്രോസ്. പക്ഷെ പത്രോസ് നല്ല ഉറക്കത്തിലാണ്. അതെന്തുകൊണ്ടാണ്? അവന് യാതൊരു ഉത്കണ്ഠയുമില്ല. നല്ല ഉറക്കത്തിലായതുകൊണ്ടാണ് സ്വർഗദൂതന് വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിക്കേണ്ടി വന്നത്. സുരക്ഷാബോധമാണ് നമുക്ക് ഉറക്കം നൽകുന്നത്. അത് നൽകുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ഞാൻ സമാധാനത്തോടെ കിടക്കുകയും ഉറങ്ങുകയും ചെയ്യും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.